നരേന്ദ്രമോദിയുടെ നാട്ടുകാർ ഒപ്പം ത്രിവർണ പതാകയുടെ കരുത്ത്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഏത് കടലും ഒരു ഇന്ത്യക്കാരന് കടക്കാം. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തിൽ തകർക്കാനാകാത്ത വിശ്വാസം. ഇതൊരു ചെറിയ കാര്യമല്ല. നയതന്ത്ര വിജയം എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും യുദ്ധഭൂമിയിൽ നിന്നുള്ള കപ്പലുകളുടെ ഈ വരവിന് ലോകത്തിന്റെ കയ്യടിയാണ് കിട്ടുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ ഭാരതീയ പതാകയേന്തിയ കപ്പലുകൾ സുരക്ഷിതമായി നരേന്ദ്രമോദിയുടെ നാട്ടിലേക്ക് പ്രയാണം തുടരുന്നു. ഏറ്റവും ഒടുവിലായി ഗ്രീൻ ആശ എന്ന LPG ടാങ്കർ ഇറാനിയൻ ഉപരോധങ്ങളെയും സുരക്ഷാ ഭീഷണികളെയും മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. സംഘർഷം തുടങ്ങിയതിനു ശേഷം ഈ പാതയിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്ന 9ാമത്തെ ഇന്ത്യൻ ടാങ്കറാണിത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധന വിപണികൾ ഭയന്ന് വിറങ്ങലിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിലും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ തടസ്സപ്പെടരുത്. അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. ആ ഇടപെടലുകൾ ലോക ശ്രദ്ധ നേടുകയാണ്, കയ്യടി നേടുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഭാരതീയ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പാക്കാൻ മോദി സർക്കാർ ഇറാനിയൻ അധികൃതരുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ടാങ്കറുകൾക്ക് കാവലൊരുക്കി സമുദ്രത്തിലുടനീളം സജീവവുമാണ്. സമുദ്ര സുരക്ഷയിൽ ഭാരതം കൈവരിച്ച സ്വാധീനം കപ്പലുകളുടെ ഭയരഹിതമായ യാത്രയ്ക്ക് കരുത്താണ്. ഗ്രീൻ ആശയ്ക്ക് മുൻപായി 8 ഇന്ത്യൻ കപ്പലുകൾ ഈ മേഖലയിലൂടെ വിജയകരമായിട്ടാണ് കടന്നുപോയത്. മാർച്ച് 26-28 തീയതികളിൽ പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ ടാങ്കറുകൾ 92,612 ടൺ LPG എത്തിച്ചിരുന്നു. മാർച്ച് 16-17 തീയതികളിൽ MT ശിവാജി, MT നന്ദാദേവി എന്നിവ ഗുജറാത്തിലെ മുന്ദ്ര, കണ്ട്ല തുറമുഖങ്ങളിൽ ഇന്ധനമെത്തിച്ചു. ജഗ് ലാഡ്കി, ജഗ് പ്രകാശ്, BW ടൈർ, BWLM, ഗ്രീൻ സാൻവി തുടങ്ങിയ മറ്റു കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു. US-ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് ശേഷം ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം 60% ഇറാനുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് മാത്രമായി പരിമിതപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ നേട്ടം എന്നോർക്കണം. ശത്രുതയില്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകളെ അനുവദിക്കാം എന്നായിരുന്നു ഇറാന്റെ നിലപാട്. അത് ഇന്ത്യക്ക് അനുകൂലമാക്കിയെടുക്കാൻ മോദി സർക്കാരിന്റെ വിദേശ നയത്തിന് സാധിച്ചു. ബാബൽ മാൻഡെബ് ഉൾപ്പെടെയുള്ള മറ്റു പാതകളിലും സമ്മർദ്ദം ഉണ്ടാക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും ഭാരതീയ പൗരന്മാരുടെയും ചരക്കുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്, സജ്ജമാണ് എന്നാണ് ഈ ദൗത്യങ്ങൾ തെളിയിക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഭാരതത്തിന്റെ അടുക്കളകളിൽ ഇന്ധനം എത്തുന്നുണ്ട് എങ്കിൽ അത് മോദി സർക്കാരിന്റെ ഉറച്ച നയതന്ത്രത്തിന്റെ ഗ്യാരണ്ടിയാണ് എന്ന് വിജയകരമായ ഈ കപ്പൽ യാത്രകൾ അടിവരയിടുകയാണ്. ഇന്ത്യൻ റിഫൈനറികൾക്ക് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും എണ്ണ വാങ്ങാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, വഴക്കമുണ്ട്. അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക. നിലവിൽ 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. വാണിജ്യപരമായ ലാഭവും രാജ്യത്തിന്റെ താൽപര്യങ്ങളും മുൻനിർത്തി എണ്ണ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഇന്ത്യ പുലർത്തുന്ന ഈ വൈവിധ്യം ആഗോള എണ്ണ വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. എണ്ണക്കപ്പലുകൾ യാത്രാമധ്യേ ഗതി മാറുന്നത് വ്യാപാര ലോകത്ത് തികച്ചും സ്വാഭാവികമായ പ്രക്രിയയാണ് എന്ന് മന്ത്രാലയം പറയുന്നുണ്ട്. ബില്ലുകൾ ഓഫ് ലേഡിംഗ് പ്രകാരം സൂചിപ്പിക്കുന്ന തുറമുഖങ്ങൾ പലപ്പോഴും താൽക്കാലികമായിരിക്കും. പ്രവർത്തനപരമായ ഒപ്റ്റിമൈസേഷനും മികച്ച വാണിജ്യ ലാഭവും കണക്കിലെടുത്ത് യാത്രയ്ക്കിടയിൽ ലക്ഷ്യസ്ഥാനങ്ങൾ മാറ്റാൻ കമ്പനികൾക്ക് അധികാരമുണ്ട്. ഇത് വിതരണ തടസ്സത്തിന്റെയോ നയതന്ത്ര പ്രശ്നത്തിന്റെയോ ലക്ഷണമായി കാണേണ്ടതില്ല എന്ന് ആണ് ഇന്ത്യ നൽകുന്ന വിശദീകരണം. ഇറാനുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാരം തടസ്സമില്ലാതെ തുടരുന്നു എന്നതിന്റെ തെളിവാണ് മംഗലാപുരത്തെത്തിയ സീബേർഡ് എന്ന കപ്പൽ. ഏപ്രിൽ 2-ന് 44,000 ടൺ LPGയുമായി എത്തിയ ഈ കപ്പൽ നിലവിൽ എത്തുകയായിരുന്നു. ഈ കപ്പൽ പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്താൻ എക്കാലവും മോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് 9ാമത്തെ ഈ കപ്പലിന്റെ വരവ്. വരും മാസങ്ങളിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ആവശ്യകതകൾക്ക് യാതൊരുവിധ കുറവും സംഭവിക്കില്ല എന്ന് സർക്കാർ ആവർത്തിച്ച് ഉറപ്പു നൽകുന്നു. വിദേശ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ ഉപരോധങ്ങളോ ഇന്ത്യയുടെ ഊർജ്ജ ഭദ്രതയെ ബാധിക്കാത്ത വിധത്തിൽ ശക്തമായ സമാന്തര വിതരണ ശൃംഖലകൾ ഇന്ത്യ കെട്ടിപ്പടുത്തിട്ടുണ്ട്. വിപണിയിലെ അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി സുഗമമായി മുന്നോട്ട് പോവുകയാണ്. 2019-ൽ അമേരിക്കൻ ഉപരോധം കടുപ്പിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ഇറാനിയൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ വീണ്ടും പുനരാരംഭിക്കും എന്നത് വളരെ വലിയ ഒരു ചർച്ചയായിരുന്നു ആഗോളതലത്തിൽ ഉൾപ്പെടെ. പിങ്ഷൂൺ എന്ന ടാങ്കർ ഇന്ത്യയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വരികയായിരുന്നു എന്ന വാർത്തകൾ ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെട്ടത്. ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കായി മികച്ച കരാറുകൾ കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നതും മോദി സർക്കാരിന്റെ നേട്ടമാണ്. ആഗോള എണ്ണ
എണ്ണവില സ്ഥിരപ്പെടുത്തുന്നതിനായി അമേരിക്ക അനുവദിച്ച 30 ദിവസത്തെ ഇളവ് കാലയളവ് ഇന്ത്യ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഏപ്രിൽ 19 വരെ നീളുന്ന ഈ വിൻഡോ വഴി കുറഞ്ഞ നിരക്കിൽ എണ്ണ ശേഖരിക്കാനുള്ള അവസരം ഇന്ത്യൻ റിഫൈനറികൾ പാഴാക്കുന്നില്ല. നിലവിൽ കടലിൽ പൊങ്ങിക്കിടക്കുന്ന 95 ദശലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണയിൽ പകുതിയിലധികവും ഇന്ത്യയുടെ റിഫൈനറികളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയുടെ മുൻനിര എണ്ണ വിതരണക്കാരിൽ ഒന്നായിരുന്ന ഇറാൻ മൊത്തം ഇറക്കുമതിയുടെ 11.5% വരെ നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2018 പ്രതിദിനം 5.18 ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഇറാനിൽ നിന്ന് വാങ്ങിയിരുന്നത്. ഉപരോധങ്ങൾ കാരണം കുറഞ്ഞു എങ്കിലും നിലവിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വീണ്ടും എണ്ണ വിപണി സജീവമാക്കാൻ അബുദാബിയും ഇറാനും ഇന്ത്യയും നടത്തുന്ന നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. വാണിജ്യപരമായ ലാഭം മാത്രം നോക്കിയല്ല, മറിച്ച് ഊർജ്ജ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഓരോ ചുവടും വെക്കുന്നത്. ചൈനയെ പോലെയുള്ള വലിയ വിപണികൾ എണ്ണയ്ക്കായി മത്സരിക്കുമ്പോഴും മികച്ച വിലപേശലിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇന്ത്യ സ്വന്തം ഓഹരി ഉറപ്പാക്കുന്നു. ചരക്ക് കപ്പലുകളുടെ ഗതിമാറ്റത്തെക്കാൾ ഉപരിയായി ലോകത്തെ ഏത് വിതരണക്കാരിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയാണ് ഇവിടെ തെളിയുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഊർജ്ജ വിപണി തികച്ചും സുരക്ഷിതമാണ്. ഉപരോധങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങുന്നില്ല. സ്വന്തം ജനതയുടെ ആവശ്യങ്ങൾക്കായി എണ്ണ എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ലോക ശക്തികൾക്കിടയിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഈ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ തലപ്പൊക്കം വർദ്ധിപ്പിക്കുകയാണ്. ഒപ്പം നരേന്ദ്രമോദിയുടെയും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.